വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ബയേൺ മ്യൂണിക് ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ലീഗ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അടയാളപ്പെടുത്തുക കാലമേ ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. ഹാരി കെയ്ൻ ഫൈനലി 16 വർഷത്തെ പ്രൊഫഷണൽ കരിയറിൽ അദ്ദേഹം ആദ്യമായിട്ട് ഒരു ട്രോഫി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഹാരി കെയ്ൻ്റെ എബിലിറ്റിനെ കുറിച്ചൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഈ ഒരു ജനറേഷനിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. വെറും ഒരു സ്ട്രൈക്കർ മാത്രമല്ല, അദ്ദേഹം മികച്ചൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും കൂടിയാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഇഷ്ടംപോലെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്ലെയറാണ്. പ്രീമിയർ ലീഗ് ഒരു സീസണിൽ അദ്ദേഹം ബെസ്റ്റ് ഗോൾ സ്കോററും ആയിരുന്നു, അതുപോലെ തന്നെ ബെസ്റ്റ് പ്ലേ മേക്കറും അദ്ദേഹമായിരുന്നു. അടിപൊളി വിഷനുള്ള, അടിപൊളി ഷൂട്ടിംഗ് എബിലിറ്റിയുള്ള, നല്ല ഫുട്ബോളിംഗ് ബ്രെയിനുള്ള, അങ്ങനെ എല്ലാം കൊണ്ടും മികച്ചൊരു താരമാണ് ഹാരി കെയ്ൻ. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം ഇത്രയും കാലം ട്രോഫി നേടിയില്ല എന്നുള്ളത് വലിയൊരു അനോമലിയാണ്. ട്രോഫി ഇല്ല എന്നുള്ള പരിഹാസങ്ങൾ കേട്ട് മടുത്താണ് അദ്ദേഹം ടോട്ടനം ഇട്ടത്. കാരണം ടോട്ടനം കേഴ്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, ഒത്തിരി താരങ്ങൾ ടോട്ടനം ഇട്ട് പോയിട്ട് ട്രോഫി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഏറ്റവും എളുപ്പമുള്ളൊരു സ്ഥലമായ ബയേണിലേക്ക് പോയി ട്രോഫി അടിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാരി കെയ്ൻ ബയേണിലേക്ക് പോയപ്പോൾ വിവാദമായൊരു ട്വീറ്റ് ഉണ്ട്. വിവാദമല്ല, ഇൻഫേമസ് ആയിട്ടുള്ള ട്വീറ്റാണ്. ഇപ്പോഴും അത് വീണ്ടും പലരും ആ ഒരു സാധനം പറയുന്നുണ്ട്. വിന്നിങ് എ ട്രോഫി വിത്ത് ബയേൺ ഈസ് ലൈക്ക് ഡാഷ് ഡാഷ് ഡാഷ്. എന്തായാലും ഇനി ഒരു ചാൻസ് എടുക്കുന്നില്ല, എങ്ങനെയെങ്കിലും ബയേണിൽ പോയി ഒരു ട്രോഫി അടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അത് കഴിഞ്ഞ വർഷം അദ്ദേഹം ബയേണിൽ ജോയിൻ ചെയ്തു. ഇഷ്ടം പോലെ ഗോളുകളൊക്കെ അടിച്ചു കൂട്ടി ആസ് യൂഷ്വൽ. പക്ഷേ ബയേൺ ട്രോഫിലെസ്സായി മാറി എന്നുള്ളതാണ്, അതും വലിയൊരു അത്ഭുതമായിരുന്നു. വീണ്ടും അതിൻ്റെ ഒരു ഫെയിലിയറിന് ഉത്തരവാദിത്വം ഹാരി കെയ്ൻ്റെ മുകളിലേക്ക് വന്നു. പക്ഷേ ഈ സീസണിലേക്ക് വന്നപ്പോൾ ഫൈനലി അദ്ദേഹത്തിൻ്റെ സ്വപ്നം നിറവേറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. ബയേൺ 3-ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ സീസണെങ്കിൽ ഈ സീസണിലേക്ക് വീണ്ടും 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ലീഗ് സ്വന്തമാക്കി അതിൻ്റെ CV-യിലേക്ക് ഒരു ട്രോഫി കൂടി എഴുതി ചേർക്കപ്പെടും. അതുപോലെ തന്നെ എറിക് ഡയറിൻ്റെയും കരിയറിലെ ആദ്യത്തെ ട്രോഫിയാണ്. ഇവർ രണ്ടുപേരും ടോട്ടനത്തിൽ നിന്ന് വന്ന ഡ്യുവോ ആണെന്നുള്ളതാണ്. ഒരു പക്ഷേ ടോട്ടനം ഈ കൊല്ലം ഒരു യൂറോപ്പ ലീഗ് ട്രോഫി അടിച്ചേക്കാം, അടിക്കില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അവർക്കും ക്ലിയർലി അവരുടെ മുമ്പിൽ ഒരു നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എല്ലാവരുടെയും ട്രോഫി ഡ്രൗട്ട് ഈ സീസണിൽ അവസാനിക്കും എന്നുള്ളതാണ് ടോട്ടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള. എന്തായാലും ഹാരി കെയ്നും എറിക് ഡയറൊക്കെ പ്രൂവൺ വിന്നേഴ്സായി മാറി. അതിൻ്റെ ഒപ്പം തന്നെ കമ്പനിയും ഒരു പ്രൂവൺ വിന്നറായി മാറി എന്നുള്ളതാണ്. ഒരു മേജർ ലീഗ് അടിക്കുന്ന മാനേജറായി മാറാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സീസണിൻ്റെ തുടക്കത്തിൽ നമ്മൾ പലപ്പോഴും കമ്പനിയുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു റിലിഗേറ്റഡ് മാനേജറാണ്, പക്ഷേ അദ്ദേഹം ഒരു പ്രൂവൺ വിന്നറായി മാറിയിരിക്കുകയാണ്. ഇപ്പം എന്തായാലും ഈ സീസണിൽ ഹാരി കെയ്നും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സീസണിൽ ബയേണിലേക്ക് സംഭവിച്ച കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബയേൺ ലെവർകൂസൻ കഴിഞ്ഞ വർഷത്തെ ആ ഒരു പെർഫോമൻസ് ഒന്നും ഈ സീസണിലേക്ക് കാഴ്ചവെച്ചിട്ടില്ല. അതേസമയം തന്നെ കമ്പനി ബയേണിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബയേണിൽ എപ്പോഴും വിവാദങ്ങളും പ്രശ്നങ്ങളാണ്. ടൂഷലിൻ്റെ അണ്ടറിൽ മിക്കപ്പോഴും എന്തെങ്കിലും രീതിയിലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും, ഡ്രസ്സിംഗ് റൂം പ്രശ്നങ്ങളും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തലത്തിലുള്ള വിവാദങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബയേണുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ സീസണിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ലീഗ് സ്വന്തമാക്കിയത്. അതേസമയം DFB പോക്കലിലാണെങ്കിലും ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും പുറത്തു പോയി എന്നുള്ളതാണ്. അപ്പോൾ ബയേണിനെ സംബന്ധിച്ച് ലീഗ് അടിക്കുക എന്നുള്ളത് വൺ ഓഫ് ദെയർ പ്രയോറിറ്റിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ചാമ്പ്യൻസ് ലീഗിലും അതുപോലെ തന്നെ ബാക്കിയുള്ള കോമ്പറ്റീഷനുകളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ബയേൺ എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നൊരു സംഗതി. ലീഗ് അടിക്കുക എന്നുള്ളത് ബെയർ മിനിമം ആണ്. ഇപ്പം എന്തായാലും ഇതിൽ നിന്നും കമ്പനിക്ക് ബിൽഡ് ചെയ്യാം. അടുത്ത സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് നല്ല പ്ലെയേഴ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ചാമ്പ്യൻസ് ലീഗിലും മറ്റു കോമ്പറ്റീഷനിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ബെറ്റർ ആവും. ഇപ്പോൾ ഈ സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൂസിയാലയും ഉപ്പമെക്കാനും ഒക്കെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പ്ലെയേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഒലീസെ ഈ സീസണിൽ ജോയിൻ ചെയ്ത പ്ലെയറാണ് ക്രിസ്റ്റൽ പാലസിൽ നിന്നും. വളരെ മികച്ചൊരു സീസണാണ്. ഡെബ്യൂ സീസൺ തന്നെ 32 മത്സരങ്ങളിൽ 10 ഗോളും അതുപോലെ തന്നെ 13 അസിസ്റ്റും നേടിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ ബയേൺ ബാക്ക് ടു ബിസിനസ് ഇഷ്ടം പോലെ ഗോളുകൾ ഈ സീസണിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇനിയും 2 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുൻ സീസണുകളിലൊക്കെ അടിച്ചതിനേക്കാളും കൂടുതൽ ഗോളുകൾ ഒരു പക്ഷേ ബയേൺ ഈ സീസണിൽ അടിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ ഗോൾ സ്കോറിംഗ് ഏരിയയിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.